ഇന്നത്തെ നിയമവ്യവസ്ഥകൾ നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അതിന് ന്യൂസ് കാണണം, പത്രം വായിക്കണം. അതെങ്ങനെ 24 മണിക്കൂർ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നത് അതൊക്കെ എങ്ങനെ അറിയാനാണ്? അതിന് ഞാൻ പത്രം വായിച്ചില്ലെങ്കിൽ എന്ത്, ന്യൂസൊക്കെ എനിക്ക് ഫോണിൽ തന്നെ അറിയാൻ പറ്റും. അത് നന്നായി, ഗംഭീരമായിരിക്കണം. ഈ പത്രത്തിൽ വരുന്ന സത്യങ്ങൾ പല പല ആൾക്കാർ അവരുടെ തോന്നിയ രീതിയിലാക്കലല്ലേ പരിപാടി. എവിടെയായിരുന്നു? ഇരിക്കേ മോനെ, നീ വായിക്കോടാ ഈ പത്രം. ഇല്ലെങ്കിൽ എനിക്ക് ആ ദുശീലില്ല. പണ്ട് ശീലമായിരുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ദുശീലം. പിന്നെ എങ്ങനെയാടാ കാര്യങ്ങൾ അറിയണത്? എടാ, നിങ്ങൾക്ക് ഈ പ്രഭ കൊലക്കേസിനെ പറ്റി അറിയോ? ഇല്ലെങ്കിലേ ഈ പറയുന്ന പ്രഭയില്ലേ, കോട്ടയത്ത് രാവിലെ റബ്ബർ വെട്ടാൻ പോയപ്പോൾ 2 പേര് കണ്ട് ദ്രോഹിച്ച് വെട്ടി നുറുക്കി വേസ്റ്റ് ഡപ്പയിലിട്ട് പോണ വഴി അവർ ഒരു ഹോട്ടലിൽ കയറി ചായയും കുടിച്ചിട്ടാണ് പോയത്. അറിയോ? ഇതൊക്കെ അറിയണമെങ്കിൽ ഡെയിലി പത്രവും ന്യൂസും കാണും വായിക്കുകയും ചെയ്യണം. അങ്കിൾ ഇപ്പം ഈ പറയണ കേസ് പോലെ പല കേസും ട്രെൻഡിങ് ആയും ട്രെൻഡിങ് ആക്കിയും അത് കോടതിയിൽ എത്തണ മുമ്പ് തന്നെ ആളിനെ പ്രതിയാക്കി ഒരു വിധിയിടും. അതാണ് മീഡിയ. പറഞ്ഞതുള്ളതാ. കാശിന് വേണ്ടി ചാനലുകൾ എന്തും ചെയ്യും, പക്ഷെ പത്രം വായിച്ചാൽ അത് കറക്റ്റായിരിക്കും. അച്ഛാ, ഈ പറഞ്ഞ പത്രം ഇതേ മീഡിയ തന്നെയല്ലേ ഉണ്ടാക്കണത്? അങ്കിൾ ഈ കേസിൻ്റെ കാര്യം പറയുമ്പോഴേ ഞങ്ങളുടെ അടുത്ത് ഇത് കണ്ട പോലെയല്ലേ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞേ? അത് ഈ ന്യൂസിലൊക്കെ ഇവർ വീഡിയോ പോലെയൊക്കെ കാണിച്ചു തരും. അവരിതൊക്കെ നടക്കുമ്പോൾ തന്നെ എടുക്കണതായിരിക്കും. അതവരെടുക്കണ വീഡിയോ ഒന്നുമല്ല, അതൊക്കെ വീഡിയോ ആണ്. അതിനോട് പറഞ്ഞാലേ ഇല്ലാത്ത എന്തും നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാക്കി തരും. മനസ്സിലായാ? നിങ്ങളൊന്ന് പോവാൻ നോക്കണം മക്കളെ, എനിക്ക് 12 മണി ന്യൂസ്.